ഗൗതമി നായരുടെ വിശേഷങ്ങൾ. ഗൗതമി നായരെ അറിയില്ലേ? ലാൽ ജോസ് സംവിധാനം ചെയ്ത ഡയമണ്ട് നെക്ലസിലെ ലക്ഷ്മി. വളരെ സ്ലിമ്മായ വിടർന്ന കണ്ണുകളും ഉയർന്ന നെറ്റിയും നീണ്ട മൂക്കും ഒക്കെയായി മലയാളിത്തം തുളുമ്പുന്ന മുഖശ്രീയുള്ള നായിക. സെക്കൻഡ് ഷോ ആയിരുന്നു ഗൗതമി നായരുടെ ആദ്യ സിനിമ. സെക്കൻഡ് ഷോയിലെ ഗീതാഞ്ജലി എന്ന കഥാപാത്രം ദുൽഖർ സൽമാന്റെ നായികയായിട്ടായിരുന്നു തുടക്കം. +2 കഴിഞ്ഞ് മെഡിക്കൽ എൻട്രൻസ് കോച്ചിങ് കഴിഞ്ഞ് നിൽക്കുന്ന സമയം സെക്കൻഡ് ഷോ സിനിമയുടെ ഓഡിഷൻ നടക്കുന്നത് അപ്പോഴാണ്. സെക്കൻഡ് ഷോ സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ഗൗതമിയുടെ ഒരു ബന്ധുവായിരുന്നു. അയാൾ പറഞ്ഞാണ് സെക്കൻഡ് ഷോയുടെ ഓഡിഷൻ നടക്കുന്ന വിവരം ഗൗതമി അറിഞ്ഞത്. തുടർന്ന് ഓഡിഷനിൽ പങ്കെടുത്ത ഗൗതമി നായരെ സെക്കൻഡ് ഷോയിലെ നായികയായി സെലക്ട് ചെയ്യുകയായിരുന്നു. അങ്ങനെ ആദ്യ സിനിമയിൽ തന്നെ ഗീതാഞ്ജലി നായികയായി. സെക്കൻഡ് ഷോയിലെ ഗീതാഞ്ജലിയെ അവതരിപ്പിച്ച ഗൗതമിയാണ് ഡയമണ്ട് നെക്ലസിലെ ലക്ഷ്മിയെ അവതരിപ്പിച്ചത്. ചാപ്റ്റേഴ്സ് എന്ന സിനിമയിൽ ഒരു ചെറിയ റോളിൽ ഗൗതമി നായർ അഭിനയിച്ചിരുന്നു. തുടർന്ന് സൂപ്പർ സ്റ്റാർ മോഹൻലാൽ നായകനായ കൂതറ എന്ന സിനിമയിൽ റോഷിനി എന്ന കഥാപാത്രത്തെ ഗൗതമി അവതരിപ്പിച്ചിരുന്നു. പക്ഷേ ആ സിനിമ പ്രതീക്ഷിച്ചതുപോലെ വിജയിച്ചില്ല. ഇത് ഗൗതമിയുടെ 4ാമത്തെ സിനിമയായിരുന്നു. ഡയമണ്ട് നെക്ലസ് എന്ന സിനിമയിലെ തമിഴത്തി നേഴ്സ് ലക്ഷ്മി തന്നെയാണ് ഗൗതമി നായരുടെ കരിയറിൽ ബ്രേക്ക് കിട്ടിയ മികച്ച കഥാപാത്രം. തിരുവനന്തപുരം വിമൻസ് കോളേജിൽ PG സൈക്കോളജിക്ക് പഠിക്കുന്ന ഗൗതമി നായർ ഇപ്പോൾ അഭിനയിക്കുന്ന സിനിമ ജീവൻദാസ് സംവിധാനം ചെയ്യുന്ന ക്യാമ്പസ് ഡയറി എന്ന സിനിമയാണ്. സ്റ്റേറ്റ് അവാർഡ് വിന്നർ സുദേവ് നായരാണ് ഈ സിനിമയിലെ ഗൗതമി നായരുടെ നായകൻ. കൃഷ്ണപ്രിയ എന്നാണ് ഗൗതമിയുടെ കഥാപാത്രത്തിന്റെ പേര്. ഈ സിനിമയിൽ കൃഷ്ണപ്രിയ എന്നാണ് ഗൗതമിയുടെ കഥാപാത്രത്തിന്റെ പേര്. കൃഷ്ണപ്രിയ കോളേജ് വിദ്യാർത്ഥിയാണ്. സാമൂഹിക സേവനം താല്പര്യമുള്ളതുകൊണ്ട് നാഷണൽ സർവീസ് സ്കീമിൽ അംഗമായി. കഥയിൽ കാലിക്കടവ് എന്ന് പേരുള്ള ഗ്രാമത്തിലെത്തി നാട്ടുകാർക്ക് പ്രയോജനകരമായ ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. സാമൂഹിക പ്രതിബദ്ധതയുള്ള കഥാപാത്രമായതുകൊണ്ടാണ് ഗൗതമി നായർ ഈ കഥാപാത്രത്തെ സ്വീകരിക്കുവാൻ കാരണം. തമിഴിൽ നിന്നും ഗൗതമിയെ തേടി അവസരങ്ങൾ വരുന്നുണ്ട്. പക്ഷേ തമിഴിൽ ഷൂട്ട് തീരാൻ സമയമെടുക്കും. അത് ഗൗതമിയുടെ പഠനത്തെ ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് സ്വീകരിക്കാത്തത്. ഇപ്പോൾ ഗൗതമിക്ക് അവധിക്കാലമായതുകൊണ്ടാണ് ക്യാമ്പസ് ഡയറിയിൽ അഭിനയിക്കുന്നത് തന്നെ. പഠനത്തിനാണ് ഇപ്പോൾ ഗൗതമി നായർ മുൻഗണന കൊടുക്കുന്നത്. PG കഴിഞ്ഞാൽ MPhilോ PhDയോ എടുക്കണം. സിനിമയ്ക്കൊപ്പം സാമൂഹിക സേവനവും ഗൗതമി ലക്ഷ്യമിടുന്നുണ്ട്. മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കായി ഒരു റിഹാബിലേഷൻ സെന്റർ തുടങ്ങണമെന്നുള്ളതും ഗൗതമി നായരുടെ ഭാവി പദ്ധതികളിൽ ഉൾപ്പെടുന്നു. എന്തായാലും ഗൗതമി നായരുടെ നല്ല കഥാപാത്രങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം.